ഒരു കുറെ പൈസ കൊടുത്തു, എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അയാൾക്ക് വോട്ട് ചെയ്യോ? ഇല്ല, ഒരിക്കലും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം. അല്ലാതെ PR കൊണ്ട് മാത്രം ജയിച്ച ആളെ എനിക്കറിയില്ല. ലാലേട്ടൻ പറഞ്ഞു തീരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? PR കിട്ടി മാത്രം ഇവിടെ ജയിച്ച ആൾക്കാരെ എന്റെ അറിവിലില്ല, എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കട്ടെന്ന് പറയുന്നത് അനുമോടെ ക്ലോസ് ആണ്. വേറൊന്നുമല്ല. ഇപ്പൊ അനീഷുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന അനീഷിന്റെ ക്ലോസ് കാണിക്കുക, അനീഷിന്റെ റിയാക്ഷൻ കാണിക്കുക, അല്ല എഴുന്നേറ്റ് ഇരിക്കുന്ന വേറെ ആരുടെയൊക്കെ ഉണ്ട്. പക്ഷെ PR-ന്റെ ബലത്തിൽ ജയിച്ചു വന്ന ആൾക്കാരെ എന്റെ അറിവിലില്ല എന്ന് പറയുമ്പോൾ എന്റെ എഡിറ്ററാണ് നമിച്ചു കേട്ടോ. എഡിറ്റ് ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു മീനിങ് ഫുൾ സാധനമാണ്. ഒരു എപ്പിസോഡ് നമ്മൾ കാണുന്നില്ലേ, അതെല്ലാം കട്ട് ചെയ്തല്ലേ ഒരു കഥ ഉണ്ടാക്കുന്നേ. അനുമോളുടെ വിഷയത്തിലാണ് PR എന്ന് പറയുന്ന സാധനം പൊങ്ങി വന്നത്. അത് ഡോക്ടർ ബിന്നി പറയുന്നു, അനുമോൾ 16 ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏത് PR-കാർക്ക്? എന്റെ ദൈവം, ഇതൊക്കെ എന്തിനാണ്? ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? എനിക്ക് അത്രയും വലിയ പ്രാധാന്യമൊക്കെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് എന്നാണ് അനുമോളെ ആ ഷോട്ടിൽ കാണിച്ചത്. അടിപൊളി. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയത്. ഞാനിപ്പോൾ എടുത്ത് വെച്ച ക്ലിപ്പ് ഓൾറെഡി യൂട്യൂബിലൊക്കെ ഇറങ്ങിപ്പോണ്ട്. ഇപ്പൊ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു സാധനമാണ് യൂട്യൂബിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുഴുനീള ക്ലിപ്പിംഗ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വല്ല സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും ഒക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കായിരുന്നത്. അപ്പൊ അനീഷ് എന്തായാലും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പൊളിഞ്ഞു. ഷാനവാസ് മൊത്തത്തിൽ പൊളിഞ്ഞു, വട്ടം പൊളിഞ്ഞു, കീറി. നല്ലതാ. നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടുവരാൻ ഒരു കൊട്ട് കിട്ടണത് നല്ലതാ. കുറെ രസമായിരുന്നു ലാലേട്ടൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എന്നെ പറയണ്ടേ. പുള്ളിയുടെ വരെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു എപ്പിസോഡ് കണ്ടിട്ട്. ചിലതൊന്നും പറയാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു ഫൈറ്റ് ആയിരുന്നു നടന്നത്. ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ അനുമോളുടെ ക്ലോസ് ആണ് എന്നെ ഘടാതെ ആകർഷിച്ചത്.